ഹലോ, നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നല്ല വിദ്യാഭ്യാസമുള്ളവർ പഠിപ്പുള്ളവർ ബിസിനസ്സിലേക്ക് വരാൻ നേരത്ത് അവർ ബിസിനസ് ചെയ്ത് പരാജയപ്പെടും. എന്നാൽ പഠിപ്പില്ലാത്തവർ ബിസിനസ് ചെയ്യാൻ നേരത്ത് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവണതായിട്ട് കാണാനായിട്ട് സാധിക്കും. എന്താണ് ഇതിൻ്റെ പുറകിലുള്ള യഥാർത്ഥ രഹസ്യം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. ഈ ചില സമയത്ത് പഠിപ്പില്ലാതിരിക്കുക എന്നുള്ളത് ബിസിനസ്സിലേക്ക് വരാൻ നേരത്ത് ഒരു കണക്കിന് നമുക്കതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറാറുണ്ട്. ഈ പഠിപ്പില്ലാത്തവർ ബിസിനസ് ചെയ്യാൻ നേരത്ത് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പല ബിസിനസ് പ്രാക്ടീസുകളും ബെസ്റ്റ് ബിസിനസ് പ്രാക്ടീസുകൾ പഠിപ്പില്ലാത്തവർ അവർക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവർ അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോകാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അവരൊരു ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അവർക്കറിയാം ഇതിൻ്റെ കൂടുതൽ വശങ്ങളൊന്നും അവർക്കറിയില്ല. അപ്പോൾ തുടക്കം തന്നെ ഇവരുടെ ചിന്ത പോണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെ നിന്ന് എനിക്ക് ഹെൽപ്പ് കിട്ടും, എങ്ങനെ ഇതിന് പറ്റിയ ഒരാളെ കണ്ടെത്തും. അപ്പോൾ തുടക്കം തന്നെ ബെസ്റ്റ് പ്രാക്ടീസൊക്കെ ഇവർക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട്, ഇവർക്കിത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ബിസിനസ് വിജയിക്കുന്നത് എന്നറിഞ്ഞത് കൊണ്ട് ഇവർ ചെയ്യണതല്ല, ഇവർക്ക് അതിനെപ്പറ്റി അറിവില്ല. പക്ഷേ ഇവർക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് നാച്ചുറലി ബെസ്റ്റ് പ്രാക്ടീസുകളെല്ലാം ഇവർ ചെയ്യും. തുടക്കം തന്നെ ഇവർ ചിന്തിക്കുക ഇതെങ്ങനെ എനിക്ക് ചെയ്യാം എന്ന് അവർ ചിന്തിക്കില്ല. ബെസ്റ്റായിട്ടുള്ള ഒരാളെ കണ്ടെത്തും ഇവർ, അവരെ കൊണ്ട് ഇതെങ്ങനെ എനിക്ക് വേണ്ടി ചെയ്യിക്കാം എന്നുള്ളതാണ് അവരുടെ ചിന്ത പോണത്. അപ്പോൾ തുടക്കം തന്നെ ഹയറിങ്, പീപ്പിൾ മാനേജ്മെൻറ്റ്, ലീഡർഷിപ്പ്, വിഷനറി തിങ്കിങ്, ഇതൊക്കെ ഇവർക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് നാച്ചുറലി തന്നെ ഇവരുടെ തലയിൽ ഉദിക്കും. അപ്പോൾ തുടക്കം തന്നെ ബെസ്റ്റ് പ്രാക്ടീസുകളെല്ലാം തന്നെ ഇവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക ഡേ 1 മുതൽ. ഇത് എനിക്കറിയില്ല, എനിക്കൊരു പ്രത്യേക കാര്യം ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഗ്രാഫിക്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങണം എന്ന് ഇവർ ചിന്തിക്കുകയാണെങ്കിൽ ഇവർ ആദ്യം തന്നെ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസൈനിങ് അറിയാവുന്ന ഇതുമായി ബന്ധപ്പെട്ട ഒരാളെ കണ്ടെത്തി അവരുടെ ഹെൽപ്പ്, അല്ലെങ്കിൽ അവരെ എംപ്ലോയി ആയിട്ട് ഹയർ ചെയ്യുകയോ അല്ലെങ്കിൽ ബിസിനസ്സിൽ കൂടെ കൂട്ടുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യണത് തന്നെ. എന്നാൽ പഠിപ്പുള്ള ഒരാൾ ചെയ്യുമ്പോൾ എന്താ അവരുടെ ചിന്ത എങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ കാര്യങ്ങളും എനിക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ചിന്ത പോണത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ പഠിച്ച് ചെയ്യാൻ നേരത്ത് കാര്യം അവർ തുടങ്ങിയതൊരു ബിസിനസ് ആണെങ്കിലും പറഞ്ഞു വരുമ്പോൾ അതൊരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് കാറ്റഗറിയിലുള്ളൊരു സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണെന്ന് അവർ പറയാൻ പറ്റുള്ളൂ. അതിനൊരു നല്ല ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല. കാരണം നല്ലൊരു ബിസിനസ് ആവണമെങ്കിൽ അതിൽ ടീം വർക്ക് വേണം, നല്ല രീതിയിൽ ഡെലിഗേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്ക് വേണം, ലീഡർഷിപ്പ് സ്കില്ലുകൾ നിങ്ങൾക്ക് വേണം. ഇതൊന്നും തന്നെ പഠിപ്പുള്ളവർക്ക് തുടക്ക സമയം ഉണ്ടാവില്ല. അവർക്ക് ആ പ്രത്യേക ടെക്നിക്കൽ വിഷയത്തിൽ അറിവുണ്ടായിരിക്കും, പക്ഷേ ബെസ്റ്റ് ബിസിനസ് പ്രാക്ടീസുകളെല്ലാം തന്നെ അവർ കുറേ കഴിഞ്ഞിട്ടാണ് അവർ മനസ്സിലാക്കാറ്. ബിസിനസ്സിൽ എൻ്റെ ഈ ടെക്നിക്കൽ സ്കില്ല് മാത്രം പോരാ. നിങ്ങൾക്ക് നല്ല രീതിയിൽ കോഡിങ് അറിയാവുന്ന ഒരാളായിരിക്കും, സ്ക്രാച്ചിൽ നിന്ന് നിങ്ങൾ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യും, ആപ്സ് ബിൽഡ് ചെയ്യും, നല്ല ടെക്നിക്കൽ സ്കില്ലുള്ള ആളാണ്, എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷേ അതല്ല ബിസിനസ്സിൽ നിങ്ങളെ വിജയിപ്പിക്കുന്നതും. ആ ബിസിനസ്സിൻ്റേതായിട്ടുള്ള ചില സ്കില്ലുകളുണ്ട്, അത് നിങ്ങൾക്ക് എപ്പോഴും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിപ്പുള്ളവർ ചില കാര്യങ്ങൾ അൺലൈൻ ചെയ്യേണ്ടതായിട്ട് വരും, പഠിച്ചത് മറന്നു കളയേണ്ടതായിട്ട് വരും. നിങ്ങളുടെ ബിഹേവിയറിൻ്റെ ഭാഗമായിട്ടുള്ള പലതിനെയും മാറ്റി വെച്ചാൽ മാത്രമാണ് ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് ഇത് അറിയാവുന്നത് കൊണ്ടല്ല, അവരുടെ സാഹചര്യം അതായതുകൊണ്ട് നാച്ചുറലി അവരങ്ങനെ ആയിത്തീർന്നതാണ്. കാരണം അവർക്ക് വേറെ വഴികളില്ല. പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പഠിപ്പുള്ളവർ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നേരത്ത് ഇവരുടെ എക്സ്ക്യൂസുകളെല്ലാം തന്നെ നല്ല പവർഫുൾ ആയിരിക്കും. ഒരു കാര്യം ആക്ഷൻ എടുക്കാൻ, ഒരു പ്രത്യേക റിസ്ക് എടുക്കാൻ തുനിയാൻ നേരത്ത് അപ്പം തന്നെ ഇവരുടെ ബ്രെയിനിൽ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ വരും. അങ്ങനെ ചെയ്താൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇങ്ങനെ തിരിഞ്ഞ ഇങ്ങനത്തെ പ്രോബ്ലം ഉണ്ട്, അവിടെ തിരിയാൻ പാടില്ല, ഇങ്ങോട്ട് പോകാൻ പാടില്ല, ആ ആക്ഷൻ എടുക്കാൻ പാടില്ല. അങ്ങനെ ഇവരുടെ എക്സ്ക്യൂസുകൾ പവർഫുൾ ആയതുകൊണ്ട് ഇവരുടെ ആക്ഷൻ ഡിലേ ചെയ്യപ്പെടും. ഒരു ആക്ഷൻ എടുക്കില്ല. ഇങ്ങനെ ചിന്തിച്ച് ഇംഗ്ലീഷുകാർ പറയാം അനാലിസിസ് പാരാലിസിസ് എന്ന് അതിന് പറയും. ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കും, ആക്ഷൻ എടുക്കില്ല. മറ്റവരുടെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എക്സ്ക്യൂസുകളൊന്നും അത്ര പവർഫുൾ അല്ല. കാരണം അവർക്ക് അത്ര ആഴത്തിൽ ചിലപ്പോൾ ചിന്തിക്കാൻ സാധിച്ചോളണമെന്നില്ല. നിങ്ങളുടെ അത്രയും പവർഫുൾ ആയിട്ടുള്ള എക്സ്ക്യൂസുകൾ ആ പഠിപ്പില്ലാത്തവർക്കില്ല. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം തന്നെ ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. കാര്യങ്ങൾ പരീക്ഷിച്ച് നോക്കും, പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത് ടെസ്റ്റ് ചെയ്യും, അത് പരാജയപ്പെട്ടാൽ പിന്നത്തെ ടെസ്റ്റ്, അങ്ങനെ ടെസ്റ്റ് ചെയ്ത് ഇവർ ആക്ഷൻ ഓറിയൻറ്റഡ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇവർ എക്സിക്യൂട്ട് ചെയ്യും. കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഫാസ്റ്റ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബിസിനസ് പ്രാക്ടീസാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവരെ നാച്ചുറലി അങ്ങനെ ആയി വന്നേക്കുന്നതാണ്. എന്നാൽ മറുവശത്ത് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരെല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കും. അതുകൊണ്ട് അതൊരു സിസ്റ്റമായിട്ട് ബിൽഡാവില്ല, നല്ലൊരു ബിസിനസ്സായിട്ട് ബിൽഡാവില്ല. മറുവശത്ത് ഇവർക്ക് അറിയാത്തത് കൊണ്ട് തുടക്കം മുതലേ തന്നെ എങ്ങനെ ആളുകളെ മാനേജ് ചെയ്യണം, എങ്ങനെ ഹയർ ചെയ്യണം, എങ്ങനെ അവർക്ക് വേണ്ടത്ര ഇൻസെൻറ്റീവുകൾ കൊടുക്കണം, എങ്ങനെ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി
നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇതൊക്കെ നാച്ചുറലി അവർ ട്രയൽ ആൻഡ് എററിലൂടെ പഠിച്ച് മുന്നോട്ട് പോകും. ഇതാണ് യഥാർത്ഥത്തിലുള്ള സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേറെ വഴിയില്ലാത്തത് കൊണ്ട് അങ്ങനെ അങ്ങ് ആയിത്തീർന്നതാണ്. മറ്റുള്ളവരുടെ കേസിൽ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞു വന്നത് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങി, അങ്ങനെയല്ല. പഠിക്കണം, പക്ഷെ പഠിച്ച ചില കാര്യങ്ങൾ അതോടൊപ്പം തന്നെ മറക്കുകയും വേണം. പഠിച്ചുകൊണ്ടിരുന്നാൽ മുമ്പ് പഠിച്ചിട്ടുള്ള പലതും നിങ്ങൾ മറന്നാൽ മാത്രമാണ്, അതായത് നിങ്ങൾ മുമ്പ് പഠിച്ച് നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ കുറച്ച് കാലത്തേക്ക് മറന്നാൽ മാത്രമാണ് നിങ്ങളുടെ നിലവിലുള്ള ഇപ്പോഴത്തെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ. കാരണം എല്ലാം നിങ്ങൾ തന്നെ ചെയ്യാന്നുള്ളൊരു ഹാബിറ്റിലാണ് പല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരും ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ചെയ്യണത്. കാരണം മറ്റുള്ളവർക്ക് അതിൻ്റെ ബേസിക്സ് പോലും അറിയാത്തത് കൊണ്ട് അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. തുടക്കം തന്നെ നല്ല ആളുകളെ കണ്ടെത്തി ഡെലിഗേറ്റ് ചെയ്യാന്നുള്ള നല്ല ബിസിനസ് പ്രാക്ടീസുകൾ അവർ ചെയ്തു വരും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതേപോലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, അതുപോലെ എങ്ങനെ നല്ല രീതിയിൽ ഡെലിഗേറ്റ് ചെയ്യാം, എങ്ങനെ ഹയർ ചെയ്യാം, ഇത്തരത്തിലുള്ള പീപ്പിൾ മാനേജ്മെൻറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. ഇത്തരത്തിലുള്ള സ്കില്ലുകൾ നിങ്ങൾ പതിയെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആൾ നിങ്ങളാവേണ്ട കാര്യമില്ല നിങ്ങളുടെ ബിസിനസ്സിന്. ബെസ്റ്റായിട്ടുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് യഥാർത്ഥ സ്കില്ല്. ഞാനാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആൾ, ഞാൻ പറയുന്നതെല്ലാം എൻ്റെ ജോലിക്കാരെ അംഗീകരിച്ചോളണം, ഈ ആറ്റിറ്റ്യൂഡുള്ളവരല്ല വിജയിക്കുക. ബെസ്റ്റായിട്ട് അവർക്ക് തന്നെ അറിയാം. പിന്നെ ഇവർ ഹമ്പിളായിരിക്കും, അതായത് അണ്ടർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, പഠിപ്പ് കുറച്ച് കുറവുള്ളവർ കുറച്ചും കൂടി ഹമ്പിളായിട്ടുള്ളവരായിരിക്കും. കാരണം അവർക്ക് ഓൾറെഡി അറിയാം എനിക്കിതറിയില്ല. അപ്പോൾ അതുകൊണ്ട് എക്സ്പേർട്ട് ഒപ്പീനിയൻ അവർ സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ തന്നെ ഹയർ ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർ മുന്നോട്ട് പോകും. അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ബിസിനസ് ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യുക. ടെക്നിക്കൽ സ്കില്ല് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ടെക്നിക്കൽ സ്കില്ലുള്ള ഒരുപാട് പേര് ബിസിനസ് തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പേര് തുടങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് IT മേഖലയിലൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവർ നല്ല ടെക് സ്കില്ലുള്ളവരാണ്, പക്ഷേ അവർക്ക് ബിസിനസ് സ്കില്ലില്ല. അതുകൊണ്ട് തന്നെ സാധാരണ പൊളിയനെയാണ് കണ്ടേക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള സ്കില്ലുകൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കാം. ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.